ഖമനയി കൊല്ലപ്പെട്ടു എന്ന വാർത്ത അഭ്യൂഹങ്ങളായിട്ടാണ് പരക്കുന്നത്. ശരിക്കും ഖമനയി കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ലോകത്ത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടില്ലേ? ഏതായാലും സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി ചില വീഡിയോസ് പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ABC തന്നെ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ടെഹ്റാൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ലാവിസാൻ എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഈ ലാവിസാൻ പ്രദേശത്ത് ഭൂമിക്കടിയിൽ അതീവ സുരക്ഷിതമായ ബങ്കറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് മിക്കവാറും ഖമനയി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒളിവിൽ പോയി താമസിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ മൊബൈലില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. കാരണം ആ തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. കറണ്ട് അടുപ്പിച്ച് കൊല്ലാൻ പാടില്ല, മൊബൈൽ പൊട്ടിത്തെറിച്ച് കൊല്ലാൻ പാടില്ല. അങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടാണ് അത്രയും സുരക്ഷ. വളരെ നൈതികമായ ആട് മേയ്ക്കാനൊക്കെ പോകുന്ന ടീമാണല്ലോ അവർ. അവർക്കപ്പോൾ ആടിനെയൊക്കെ മേയിച്ച് കഴിയാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കി ഭൂമിക്കടിയിലെ ബങ്കറുകളിലാണ് ഇറാൻ്റെ നേതൃത്വം ഒളിച്ചിരിക്കുന്നത്. ഖമനയി പലതവണ അങ്ങനെ ഒളിച്ചിട്ടുണ്ട്. ലബനോണിൽ നസറല്ലയെ കൊല്ലപ്പെട്ടതിന് ശേഷം പേജർ ആക്രമണം അറിയാമല്ലോ. അതിനുശേഷവും ഖമനയി പോയിരുന്നത് ഈ ലാവിസാനിലെ ബങ്കറിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇറാന് നേരെയുള്ള ആക്രമണം ഇസ്രയേൽ ആരംഭിച്ചതിന് ശേഷം ഖമനയിയെ വേണ്ടി വന്നാൽ കൊല്ലും എന്ന് നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞതിനെ തുടർന്ന് വീണ്ടും ലാവിസാനിലെ ബങ്കറിലേക്ക് ഖമനയി പോയി എന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഇത്തവണ പോയത് ഖമനയി അദ്ദേഹത്തിൻ്റെ മക്കളായ മൊജ്തബ ഖമനയി, മസൂദ് ഖമനയി, മൊസ്തഫ ഖമനയി എന്ന് പറയുന്ന 3 ആൺമക്കളെയും കൂട്ടിയിട്ടാണ് ഈ ലാവിസാനിലുള്ള അതീവ സുരക്ഷയുള്ള ബങ്കറിലേക്ക് പോയതെന്നാണ് വന്നിരുന്ന വാർത്തകൾ. പക്ഷേ ഇന്ന് പുലർച്ചെ മുതൽ ബ്രേക്ക് ചെയ്യുന്നൊരു വാർത്തയുണ്ട്. IDF പറഞ്ഞു, ഞങ്ങൾ ലാവിസാൻ ആക്രമിച്ചു. ലാവിസാൻ ആക്രമിച്ച് ഇറാൻ്റെ ഉന്നത നേതൃത്വത്തിലുള്ള ചില ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആദ്യമേ അത്രയും മാത്രമേ വന്നുള്ളൂ. ആരാണെന്നറിയില്ല. ഉന്നത നേതൃത്വത്തിലുള്ള ആളെന്ന് പറയുമ്പോൾ അത് ഖമനയുടെ പേരാണ് ആദ്യം വരുന്നത്. ലാവിസാൻ എന്ന് പറയുന്നത് ഈ ബങ്കർ എക്സ്ക്ലൂസീവായി ഖമനയ്ക്ക് ഒളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ബങ്കറാണ്. അവിടെ ഇന്നലെ ആക്രമണം നടന്നു. IDF ആക്രമിച്ചു. അറാഖ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഒരു ന്യൂക്ലിയർ സൈറ്റുണ്ട്. ആ അറാഖ് ന്യൂക്ലിയർ സൈറ്റും ഈ ലാവിസാനുമാണ് ഇന്നലെ ആക്രമിച്ചതെന്ന് പറയുന്നത്. അറാഖ് എന്ന് പറയുന്നത് ഖൊണ്ടാബ് എന്നൊരു പേരുണ്ടായിരുന്നു. അവിടെ ഹെവി വാട്ടർ റിസർച്ച് സെൻ്ററാണ്. അവിടെ മെഡിക്കൽ ഐസോട്ടോപ്പുകൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഐസോട്ടോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഖൊണ്ടാബിലെ അറാഖ് റിയാക്ടർ പ്രവർത്തിച്ചിരുന്നത്. ഇത് 1967 അമേരിക്ക ഇറാന് അന്ന് നല്ല കാലത്ത് ഷായുടെ ഭരണകാലത്ത് സൗജന്യമായി കൊടുത്ത ഒരു റിയാക്ടറാണ്. അതിപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടതാണെന്നും പുറമേ പറയുന്നുണ്ട്. പക്ഷേ അവിടെയും ചില ആക്ടിവിറ്റീസ് നടക്കുന്നതായി കണ്ടിട്ട് ഈ അറാഖും ലാവിസാനും ഇന്നലെ ആക്രമിച്ചു എന്ന് IDFൻ്റെ ഒരു പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്. ആദ്യം വന്ന പത്രക്കുറിപ്പ് അതാണ്. ഉന്നതരായ ഇറാൻ ഭരണകൂടത്തിലെ ഉന്നതരായ ചില ആളുകൾ ഒളിച്ചിരിക്കുന്ന ലാവിസാൻ അറ്റാക്ക് ചെയ്തു, ചിലർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് വന്നത്. അതിൻ്റെ വീഡിയോസും ആളുകൾ കൂടി നിൽക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ റിലീസ് വന്നിരിക്കുന്നത് ഈ ഖമനയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും ഖമനയ്ക്ക് സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സേനയുണ്ട്. ക്വാഡ് സേന എന്ന് പറയും. ക്വാഡ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക എലീറ്റ് വിങ് ഉണ്ട്. ആ എലീറ്റ് വിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രധാനമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഖമനയ്ക്ക് നേരിട്ട് നിയന്ത്രണമുള്ള അദ്ദേഹത്തിൻ്റെ സുരക്ഷ അടക്കം നോക്കുന്ന ക്വാഡ് ഫോഴ്സിൻ്റെ ഇൻ്റലിജൻസ് കമാൻഡറായ ഷോൽബി ബിന്ദാർ കൊല്ലപ്പെട്ടു എന്ന് IDF ഈ ലാവിസാൻ ആക്രമണത്തിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൂടാതെ പറഞ്ഞിരിക്കുന്നു, ഈ ബിന്ദാർ കൂടാതെ 30 കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ 30 കമാൻഡർമാരുടെ പട്ടിക ഞങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുന്നു എന്നാണ് IDFൻ്റെ ഒഫീഷ്യൽ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഈ ഭൂമിക്കടിയിലെ ബങ്കറാണ് ലാവിസാൻ. ഭൂമിക്കടിയിലെ ബങ്കറിൽ 30 കമാൻഡർമാർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അപ്പോൾ 30 കമാൻഡർമാരെ ഒളിച്ചിരിക്കാം. കമാൻഡർമാരുടെ അല്ലെ പട്ടാളക്കാരുടെ പണി ഒളിച്ചിരിക്കലല്ലോ, അല്ല, യുദ്ധം ചെയ്യുക, പോരാടുക, കാവൽ നിൽക്കുക തുടങ്ങിയായിരിക്കും. അപ്പോൾ ലാവിസാനിൽ 30 കമാൻഡർമാരുണ്ടായിരുന്നു. 30 പേരെങ്കിലും ഉള്ളതുകൊണ്ടാണല്ലോ 30 പേർ കൊല്ലപ്പെട്ടത്. ഇൻ്റലിജൻസ് ഡിവിഷൻ്റെ തലവനും ഉണ്ടായിരുന്നു, കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ഷോൽമി ബിന്ദാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഷോൽമി ബിന്ദാറും ഈ കൊല്ലപ്പെട്ട 30 കമാൻഡർമാരും ഈ ലാവിസാനിലെ ഭൂഗർഭ ബങ്കറിൽ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ ഇറാൻ പട്ടാളക്കാർ ഒളിവിലിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമാണ്. അപ്പോൾ അവിടെ തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ നിർണായകമായ എന്തോ ഒരു സംഗതി ഈ ലാവിസാൻ ബങ്കറിലുണ്ടായിരുന്നു. ഒന്നുകിൽ
വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തു, ആറ്റമിക് ആയുധങ്ങൾ പോലെ, ന്യൂക്ലിയർ വെപ്പൺ പോലെ ഒന്ന്, അല്ലെങ്കിൽ അതിലും വിലയുള്ളതായി ഇറാനികൾ കരുതുന്ന ഒരു തല, അത് ഖമനേയി ആയിരിക്കാം എന്ന്. ഖമനേയി കൊല്ലപ്പെട്ടോ, ലാവിസാൻ ബങ്കർ തകർക്കപ്പെട്ടു, അറാഖ് റിയാക്ടർ തകർക്കപ്പെട്ടു എന്നുള്ള വാർത്ത ഇപ്പോൾ വ്യാപകമായി പതുക്കെ പ്രചരിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അപ്പോൾ മാത്രമല്ല, ഇന്നലെ വീണ്ടും ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നു, കൊല്ലും, ഖമനേയിയെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നോക്കണം ഒരു 4 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞു, ഖമനേയി എവിടെയിരിക്കുന്നത് ഞങ്ങൾക്കറിയാം, ഒളിയിടം ഞങ്ങൾക്കറിയാം, അവിടുന്ന് കൊല്ലാനും ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ ഒരു സമയം കൂടെ കൊടുത്തിരിക്കുക, ഞങ്ങളുടെ ക്ഷമ കുറഞ്ഞു വരികയാണ്, ഞങ്ങളുടെ പേഷ്യൻസ് തിന്നായിക്കൊണ്ടിരിക്കുക എന്ന് ട്രംപ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഖമനയുടെ ഒളിയിടം അറിയാം. ഒളിയിടം എന്ന് പറയുന്നത് ലാവിസ്ഥാൻ ആണെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ ലാവിസ്ഥാൻ ഇന്നലെ ആക്രമിക്കപ്പെട്ടു. ഇസ്രയേൽ കാറ്റ്സ് പറയുന്നു, ഈ ആക്രമണത്തിന് ശേഷവും അതിനു മുമ്പും കാറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഖമനയെ കൊല്ലുമെന്ന്. പ്രതിരോധ മന്ത്രി പറഞ്ഞു. നെതന്യാഹു പറഞ്ഞു, ആദ്യമേ ഈ 4 ദിവസം മുമ്പ് ഒളിയിടം ഖമനയുടെ അറിയാം, അയാളെ പിടിച്ചു കൊല്ലാൻ ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ട്രംപ് അതിനു മുമ്പ് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഖമനയെ കൊല്ലാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഖമനയി ഏതെങ്കിലും അമേരിക്കക്കാരനെ കൊന്നോ ഇറാൻ ഇതുവരെ, അതുകൊണ്ട് അയാളെ കൊല്ലാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ക്ഷുഭിതനായിട്ട് നെതന്യാഹു പറഞ്ഞു, അങ്ങനെ പലതും പറയും, അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞതിന് മറുപടിയായിട്ട് ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളത് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഖമനയെ കൊല്ലും. മാത്രമല്ല, അപ്പോൾ നെതന്യാഹുവിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഈ ഖമനയെ കൊന്നാൽ ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യത്തല്ലേ ഉള്ളൂ, യുദ്ധം കൂടുതൽ തീക്ഷ്ണമാവത്തില്ലേ, കൂടുതൽ വ്യാപകമാവത്തില്ലേ എന്ന് ചോദിച്ചു. നെതന്യാഹുവിൻ്റെ ക്ലാസ് ആയിട്ടുള്ളൊരു മറുപടി വന്നു, ആര് പറഞ്ഞു അതോടെ യുദ്ധം തീരും? അങ്ങനെയാണ് ഇസ്രയേൽ നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നടന്ന ആക്രമണം, അറാഖ് എന്ന് പറഞ്ഞ ആണവ നിലയ കേന്ദ്രം, നദാൻസിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. നദാൻസിനെ അറ്റാക്ക് ചെയ്തു, അതോടൊപ്പം അറാഖ് പൂർണ്ണമായി തകർത്തു, ലാബിസാനിലെ ബങ്കറുകൾ തകർത്തിരിക്കുന്നു എന്ന് വാർത്ത വന്നിട്ടുണ്ട്. കൊല്ലപ്പെട്ട കമാൻഡറുടെ പേര് പറഞ്ഞു, കമാൻഡർ ഇൻ ചീഫിൻ്റെ പേര് ഇപ്പോൾ ഇസ്രയേൽ പറഞ്ഞു. ഇനി 30 കമാൻഡർമാരുടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ ആർക്കാണ് സംരക്ഷണം ഒരുക്കിയത് എന്ന വിവരം കൂടി അറിഞ്ഞാൽ മതി. അതിനിടയ്ക്ക് ഇപ്പോൾ പ്രിയനോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ മോസ്കോയ്ക്ക് പോയി എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അങ്ങനെയാണ്. ഇപ്പം ഇറാനിൽ യുദ്ധം നടക്കുന്നുണ്ട്, ഇറാൻ്റെ ആകാശത്തൂടെ വിമാനങ്ങളൊന്നും പറക്കുന്നില്ല. ഫ്ലൈറ്റ് റഡാർ എടുത്ത് നോക്കിയാൽ ഇറാൻ്റെ ആകാശം ശൂന്യമാണ്. ഇറാനെ ചുറ്റി ഇറാൻ്റെ അതിർത്തിക്ക് പുറത്തുകൂടിയാണ് വിമാനങ്ങൾ പറക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഈ വ്യോമ മേഖലയിലൂടെ ഒരു വിമാനം അടിയന്തരമായി മോസ്കോയ്ക്ക് പറക്കുന്നതായിട്ട് ഒരു ചിത്രം വന്നിരുന്നു, റഡാർ ഡാറ്റയിൽ വന്നിരുന്നു. അത് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് ഖമനേയി ഇനി റഷ്യയിലേക്ക് മോസ്കോയിലേക്ക് പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും 3 വിമാനങ്ങൾ, ഇറാൻ്റെ മിലിറ്ററി വിമാനമെന്ന് ഫ്ലൈറ്റ് റഡാർ 24 റെക്കഗ്നൈസ് ചെയ്ത 3 വിമാനങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി പറന്നു പോകുന്നു കണ്ടു. എവിടേക്കാണെന്നറിയില്ല, അജ്ഞാത സ്ഥലത്ത്. കാരണം പുറപ്പെടുന്ന സ്ഥലവും എത്തിച്ചേരുന്ന സ്ഥലവും ഹൈഡ് ചെയ്തിട്ടാണ് ഫ്ലൈറ്റ് റഡാറിൽ ഈ വിമാനങ്ങൾ പോയിരുന്നത്. പക്ഷെ പിന്നീട് അറിഞ്ഞു ആ 3 വിമാനങ്ങൾ എത്തിയത് ഒമാനിലായിരുന്നു. ഒമാനിലേക്ക് എന്തിനാണ് 3 ഇറാനിയൻ വിമാനങ്ങൾ, ബോയിങ് വിമാനങ്ങളാണ് പോയത്? ഈ ബോയിങ് വിമാനങ്ങൾ എന്തിനാണ് പോയത് എന്നതിന് ഇപ്പോൾ കിട്ടുന്നൊരു ഉത്തരവെന്ന് പറഞ്ഞാൽ ഇറാൻ ഒമാൻ്റെ കാല് പിടിക്കുകയാണ്, എങ്ങനെയെങ്കിലും ട്രംപിനോടൊന്ന് പറഞ്ഞ് യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചു തരൂ എന്ന് ട്രംപിനോട് സംസാരിക്കാൻ വേണ്ടി കുറേ ഡിപ്ലോമാറ്റുകളെ അയച്ചതാണ് ഈ 3 വിമാനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോസ്കോയ്ക്ക് പോയ വിമാനം ഏതാണ്? മോസ്കോയ്ക്ക് പോയ വിമാനത്തിൽ എന്തായിരുന്നു എന്നുള്ള ചോദ്യം ബാക്കിയാണ്. അതിനിടയ്ക്ക് വേറെ 3 വിമാനങ്ങൾ ഇറാനിൽ വന്നിറങ്ങിയിരുന്നു. ആ 3 വിമാനങ്ങളും ചൈനീസ് ട്രാൻസ്പോർട്ട് വിമാനങ്ങളായിരുന്നു. അതിൽ കൊണ്ടുവന്നത് ആയുധങ്ങളും മിസൈലുകളും ആണ് എന്നും ഒരു തിയറി പ്രചരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഫ്ലൈറ്റ് റഡാർ ഡാറ്റ അവലംബിച്ചിട്ടാണ് ഈ തിയറികളൊക്കെ മെനു ചെയ്യുന്നത്. കാരണം വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുന്നുണ്ട്. ഈ വിമാനങ്ങളിൽ ആരാണ്, എന്തിനു പോയി, എന്താണ് ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നത്, ഇറാനിലെ ആളുകൾ ഭയം വിട്ട് തെരുവിലിറങ്ങുന്നുണ്ട്. അവർ ആഹ്ലാദിക്കുന്നു, നൃത്തം ചവിട്ടുന്നു, പാട്ടുപാടുന്നു, ഖമനയെ ചിത്ത വിളിക്കുന്നു. ഞാനിങ്ങനെ ഒരു ചിത്രം കണ്ടു. ഒരു പെൺകുട്ടി ഖമനയുടെ ചിത്രത്തിന് നേരെ നിന്നിട്ട് 2 കൈ കൊണ്ടും നടുവിരൽ ഉയർത്തി കാണിക്കുന്ന ഒരു അശ്ലീല ചിഹ്നം കാണിക്കുന്ന, ആംഗ്യം കാണിക്കുന്ന ഒരു ചിത്രം. പിന്നെ കുറേ സ്ത്രീകൾ കറുത്ത ബുർഖയൊക്കെ ധരിച്ച് നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് ഒരു പെൺകുട്ടി അവൾ ധരിച്ചിരുന്ന ബുർഖ വലിച്ചെറിയുന്ന ചിത്രം, ഊരി ദൂരെ കളയുന്ന ചിത്രം. അപ്പോൾ ഇറാൻ ജനത
ഖമനയുടെ വീഴ്ച ഉറപ്പാക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് വല്ലാത്ത ധൈര്യം വന്നിരിക്കുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ. അവർ ഖമനയി വീഴുന്നു, ഭരണം മാറാൻ പോവുകയാണെന്നുള്ള ഒരു നിലപാടിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല, പഹ്ലവി ഷാ 79 അവിടെ നിന്ന് അട്ടിമറിക്കപ്പെട്ട ഷായുടെ ചെറുമകൻ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. പഹ്ലവി ഷാ ഇറാൻ ജനതയോട് ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യം, ശുദ്ധവായു നിങ്ങളുടെ പടിവാതിൽക്കലുണ്ട്, സമയമായിരിക്കുന്നു പ്രിയപ്പെട്ട ജനങ്ങളെ എന്ന ഒരാഹ്വാനമായി പഹ്ലവി ഷാ അമേരിക്കയിൽ നിന്ന് ഇറാൻ ജനതയോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ലാവിസാൻ ബങ്കറിൽ ഖമനയി ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കാവും അറിയാൻ പറ്റും. പക്ഷേ ലാവിസാൻ ബങ്കർ എന്ന് പറയുന്ന ഖമനയുടെ സ്വന്തം എലിപ്പെട്ടി, എലിമാളം തകർക്കപ്പെട്ടു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.